ഗുഡ് മോർണിംഗ്, സുപ്രഭാതം, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ. നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് മഹാമഹം മാമാങ്കം അല്ലെങ്കിൽ ലോക ഫുട്ബോളിൻ്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഈ വർഷം മുതൽ തുടങ്ങിയ റൗണ്ട് ഓഫ് 32 നോക്കൗട്ട് സ്റ്റേജിൻ്റെ അവസാനത്തെ കളിയും ഇന്ന് രാവിലെ തീർന്നു. അപ്പോൾ 3 കളി ഉണ്ടായിരുന്നു. 3 കളീനെ കുറിച്ച് ഇന്നലെ പറഞ്ഞതാണ്. അതിൽ ഒരു അട്ടിമേറികളോ ഒന്നും നടന്നിട്ടില്ല. ആദ്യം നടന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ അടിച്ചിട്ടുണ്ട്. ഈജിപ്റ്റ് ജയിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വളരെ കൂളായിട്ട് ഒന്നുമല്ല ജയിച്ചത്. കുറേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈജിപ്റ്റ് കടന്നുകൂടുകയാണ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. രണ്ടുപേരും നിശ്ചിത സമയത്തിൽ 1-1 ഓരോ ഗോളടിച്ച് സമനിലയിലായിരുന്നു. 30 മിനിറ്റ് എക്സ്ട്രാ ടൈമിലും ഗോളൊന്നും അടിക്കാൻ പറ്റിയില്ല. അവസാനം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കൂടിയാണ് ഒരു റിസൾട്ട് വന്നത്. പെനാൽറ്റിയിൽ ഓസ്ട്രേലിയ 4 ഗോളടിച്ചതിൽ ആകെ 2 ഗോളാക്കാൻ പറ്റുള്ളൂ. ഈജിപ്റ്റ് 4 ഗോളടിച്ച് അവർ 4 ഗോളാക്കി. ഓസ്ട്രേലിയ അങ്ങനെ പുറത്തു പോയി. എന്നിരുന്നാലും ഓസ്ട്രേലിയ നന്നായിട്ട് അധ്വാനിച്ച് കളിച്ചു. ഈജിപ്റ്റിനെ നന്നായിട്ട് എന്താ പറയണത്, വിയർപ്പിച്ചിട്ട് തന്നെ, ബുദ്ധിമുട്ടിച്ചിട്ട് തന്നെയാണ് ജയിച്ചേക്കണത്. ഒരു ഫുട്ബോൾ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോറ്റ ടീം നല്ല കഴിവുണ്ടായിട്ട് തന്നെയാണ്. അതും ജയിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഈജിപ്റ്റ് നന്നായിട്ട് വേർത്തിട്ട് തന്നെ വിജയിച്ചേക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കളിയിൽ ഈ ടീമിനെ നേരിടാനുള്ളത് അർജൻറ്റീനയാണ്. അതുകൊണ്ട് ഈജിപ്റ്റ് ഇനി ഫർദർ മുന്നോട്ട് പോകുമെന്ന് സാധാരണ ഫുട്ബോൾ കാണുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ വല്ല അത്ഭുതങ്ങളും അല്ലെങ്കിൽ അട്ടിമറികളൊക്കെ സംഭവിക്കണം. അപ്പോൾ അതാണെന്ന് ഒരു കളി. രണ്ടാമത് നടന്ന കളി, രാത്രി നടന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജൻറ്റീന കാബോ വെർഡെ. അർജൻറ്റീന ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്, ഞാനും പ്രതീക്ഷിച്ചത്, ഞാൻ പറയുകയും ചെയ്തു. പക്ഷേ കാബോ വെർഡെ മെസ്സിയെയും അർജൻറ്റീനയെയും, അതിൻ്റെ ഒപ്പം ലോകത്ത് മുഴുവനുള്ള അർജൻറ്റീന ഫാൻസ് മെസ്സി ഫാൻസിനെയൊക്കെ ഞെട്ടിച്ചു. അല്ലെങ്കിൽ അവരെയൊക്കെ ആ ഒരു എന്താ പറയണ 1.5 മണിക്കൂറോളം ശരിക്കും മുള്ളിൻ്റെ മുനയിൽ നിർത്തിയിട്ടാണ് വെറും 6 ലക്ഷം ജനങ്ങളുള്ള കുഞ്ഞൊരു രാജ്യം ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കാൻ വന്നു കഴിഞ്ഞിട്ട് നിലവിലെ വേൾഡ് ചാമ്പ്യന്മാരായ അർജൻറ്റീന വിറപ്പിച്ചിട്ട് തന്നെയാണ് തോൽവിക്ക് വഴങ്ങിയത്. ശരിക്കും പെനാൽറ്റി ഷൂട്ടൗട്ടിലോട്ടൊക്കെ പോകേണ്ട ഒരു മാച്ചായിരുന്നു. അത് ആദ്യത്തെ സമയത്ത് ഈ പറയണ പോലെ 1-1 ഡ്രോ ആയിരുന്നു. എക്സ്ട്രാ ടൈമിൽ അർജൻറ്റീന ഒരു ഗോൾ അടിച്ചു. അതേപോലെ തന്നെ ഇതിൽ തന്നെ രണ്ടാമത് കാബോ വെർഡെ ഒരു ഗോളും കൂടി അടിച്ചു. 2-2 ഈക്വലായി. അവസാന നിമിഷം അർജൻറ്റീന ഒരു ഗോളും കൂടി അടിച്ച് 3-2 എക്സ്ട്രാ ടൈമിൽ കളി ജയിച്ചു. ഷൂട്ടൗട്ടിലോട്ട് പോകേണ്ടി വന്നില്ല. അപ്പോൾ ഈ കളിയിൽ എനിക്ക് കാബോ വെർഡെയുടെ ഗോൾ കീപ്പറിനെയും കാബോ വെർഡെയുടെ മുഴുവൻ കളിക്കാരെ അവിടുത്തെ ജനങ്ങളെയും അഭിനന്ദിക്കണേന്. 145 കോടി ജനം ഉണ്ടായിട്ട് ഇന്ത്യനെ പോലെയുള്ള ഒരു രാജ്യത്തിന് ഇതുവരെ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. നമുക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ വേൾഡ് കപ്പ് നമ്മുടെ നാട്ടിൽ നടത്തണം. അപ്പോൾ ഹോസ്റ്റ് നേഷൻ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് ചിലപ്പോൾ കളിക്കാൻ ചാൻസ് കിട്ടും. അതിൽ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നത് തന്നെ നമുക്ക് സംശയമാണ്. എന്തുമായിക്കോട്ടെ, കഴിവുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടുത്തെ സ്പോർട്സിൻ്റെ സിസ്റ്റവും പൊളിറ്റിക്സും എല്ലാം കൂടി അത് വഷളാക്കി വെച്ചേക്കണേണ്. ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ കാബോ വെർഡെ, ഹാറ്റ്സ് ഓഫ് ടു ദം, അഭിനന്ദനങ്ങൾ, പ്രത്യേകിച്ച് ആ ഗോൾ കീപ്പറിന്. സാധാരണ ആദ്യത്തെ കളിയിൽ സ്പെയിനിനെ അവരെ ഒരു ഗോൾ പോലും അടിക്കാതെ 0-0 പിടിച്ചു നിർത്തി. സ്പെയിനും ഈ പറയണ പോലെ ഹോട്ട് ഫേവറേറ്റാണ് വേൾഡ് കപ്പ് നേടാനുള്ളത്. പിന്നീട് നടന്ന കളികളിലാണ് അവർക്ക് ഗോളുകൾ വീണത്. എന്നാലും അവർ സമനിലയായിരുന്നു. ഒറ്റ കളിയും തോറ്റിട്ടില്ല. റൗണ്ട് റോബിനിൽ അവരെല്ലാ കളിയും സമനിലയായിരുന്നു. സ്പെയിനിനെ കൊണ്ടൊരു ഗോൾ പോലും അടിപ്പിച്ചില്ല. പിന്നീട് നടന്നതിൽ ഗോൾ അടിച്ചെങ്കിലും സമനിലയായിട്ട്
3 സമനില കൊണ്ട് 3 പോയിന്റ് നേടി മുന്നോട്ട് വന്ന ടീമാണ്. ആദ്യമായിട്ടൊരു നോക്കൗട്ട് കളിക്കണേന് അതിൽ അർജൻറ്റീനയെ പോലെയുള്ള വേൾഡ് ചാമ്പ്യന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ നിലവിലെ വേൾഡ് ചാമ്പ്യൻ്റെ അടുത്ത് തോക്കുക. അത് മാത്രമല്ല, അർജൻറ്റീന ഈ പ്രാവശ്യം കപ്പ് ഫേവറേറ്റ് തന്നെയാണ്. അപ്പോൾ കാബോ വെർഡിനെ പോലെയുള്ള ഒരു ടീമിൻ്റെ മുന്നിൽ അർജൻറ്റീന ഇത്രയും വേർക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത കളികളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അർജൻറ്റീന ഫാനൊക്കെ രാവിലെ മുതൽ ഭയങ്കര ആഹ്ലാദവും തുള്ളലും ആഘോഷമൊക്കെ നടത്തണമുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് അർജൻറ്റീനയുടെ ഫാനും അർജൻറ്റീനയെ ഇഷ്ടപ്പെടുന്നവരും സ്വയം തീരുമാനിക്കുക, വിലയിരുത്തുക. അവർ ശരിക്കും പറഞ്ഞാൽ കാബോ വെർഡെ പോലെയുള്ള ചെറിയ രാജ്യത്തിനെ അഭിനന്ദിക്കുകയും ചെയ്യേണ്ടത്. അതാണ് വേണ്ടത്. അത് നമ്മൾ ക്രൊയേഷ്യ പോർച്ചുഗൽ കളിയിൽ കണ്ടതാണ്. കഷ്ടപ്പെട്ട് പോർച്ചുഗൽ കടന്നുകൂടി. എന്നിട്ട് ആ ക്രൊയേഷ്യൻ കളി എല്ലാവരും പോയിട്ട് ഈ പറയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവിടെ ആ കളിയിൽ പോർച്ചുഗലിൻ്റെ എല്ലാ കളിക്കാരും തോറ്റ കളിക്കാരെ അഭിനന്ദിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. മെസ്സിയുടെ കൂടെയുള്ള അർജൻറ്റീനയുടെ കളിക്കാർക്കും കാബോ വെർഡെനെ ഇതുപോലെ അഭിനന്ദിക്കാമായിരുന്നു. അത് കണ്ടില്ല. ഇനിയെങ്കിലും കാണണം. എനിക്കറിയില്ല അവരിനി അവരുടെ ഡ്രസ്സിങ് റൂമിലൊക്കെ പോയിട്ട് അഭിനന്ദിച്ചിട്ടുണ്ടാവും. ഇല്ല, പബ്ലിക്കായിട്ട് കണ്ടില്ല. ഏതായാലും അർജൻറ്റീന കടന്നുകൂടി. അടുത്ത കളി അവർ ഈജിപ്റ്റായിട്ടാണ്. അവർ കൂളായിട്ട് ജയിച്ചു പോകും. അവർക്ക് പ്രീ ക്വാർട്ടറിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ക്വാർട്ടർ ഫൈനലിൽ ഈ പറയണ പോലെ കൊളംബിയയോ അങ്ങനെ ഏതെങ്കിലും ഒരു ടീമായിരിക്കും വരാൻ പോണം. ഏത് ടീമാരൊന്നും ഞാൻ ഇനി അടുത്ത ഘട്ടത്തിൽ പറയാം. അവസാനത്തെ കളി കൊളംബിയ ഗാനയായിരുന്നു. കൊളംബിയൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. തുല്യശക്തികളാണെന്നും പറഞ്ഞായിരുന്നു. കൊളംബിയ കൂളായിട്ട് 1 ഗോളിനാണ് ജയിച്ചത്. കളി മുഴുവൻ ഇരുന്ന് കണ്ട. രാവിലെയാണ് 7 മണിക്കാണ് കളി തുടങ്ങിയത്. എക്സ്ട്രാ ടൈമിലൊന്നും പോയില്ല. നിശ്ചിത സമയത്തിൽ തുടക്കത്തിലേ തന്നെ അടിച്ച 1 ഗോളിൽ അവർ ജയിച്ചു. ഗാന നിരാശരാക്കി എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഗാനയുടെ ഒരു കാലിബറൊക്കെ അനുസരിച്ചിട്ട് ഗാന അത്ര ശക്തമായി കളിച്ചു എന്ന് എനിക്ക് സംശയമാണ്. അറ്റാക്കും ഒക്കെ വളരെ മോശമായിരുന്നു. അവർ ജയിക്കാനായിട്ട് ശ്രമിച്ചു പോലുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൊളംബിയയാണ് കൂടുതൽ അറ്റാക്ക് ചെയ്ത്. ഒന്നിൽ കൂടുതൽ ഗോൾ വീഴേണ്ടതാണ്. അത് അവരുടെ ഗോൾ കീപ്പറിൻ്റെയും ഡിഫൻഡേഴ്സിൻ്റെയും മികവ് കൊണ്ട് സ്കോർ 1-0 പറ്റി. കൊളംബിയ ശക്തമായിട്ട് തന്നെയാണ് കളിച്ചത്. 1 ഗോളെ അടിക്കാൻ പറ്റിയില്ലെങ്കിലും ആധികാരികമായ വിജയം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇന്നു മുതൽ കളി എന്താ പറയണ പ്രീ ക്വാർട്ടർ ഫൈനൽ റൗണ്ട് ഓഫ് 16 പോണേ. അപ്പോൾ ഏതാണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യാസം ഇല്ലാണ്ട് ടീമുകളൊക്കെ സെറ്റായിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക, കാനഡ. അതിൽ കാനഡയിലാണ് കളി നടക്കണമെങ്കിലും കാനഡ മൊറോക്കോ. ആദ്യത്തെ കളി കാനഡ മൊറോക്കോയാണ്. കാനഡ സൗത്ത് ആഫ്രിക്കനെ തോൽപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. മൊറോക്കോ നെതർലാൻഡിനെയും തോൽപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. അതുപോരാതെ മൊറോക്കോ ബ്രസീലുമായിട്ട് ആദ്യത്തെ കളിയിൽ സമനില പിടിച്ചതാണ്. നാട്ടിൽ തന്നെ കളിച്ചാലും മൊറോക്കോനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടിമറി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നു. പക്ഷേ മൊറോക്കോ കൂളായിട്ട് ജയിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കളി പരാഗ്വേ ഫാൻസാണ്. പരാഗ്വേ ജർമ്മനിനെ തോൽപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. അത് അത്ര മോശമാണെന്നൊന്നും എനിക്ക് തോന്നണില്ല. അതല്ലാതെ തന്നെ അവർ ഗ്രൂപ്പ് സ്റ്റേജിലും ഒക്കെ നന്നായിട്ട് കളിച്ചിട്ട് തന്നെ വന്നത്. എന്നാലും അവർ ടൂർണമെൻറ്റിൻ്റെ നിലവിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ടീമായ ഫ്രാൻസിനെയാണ് നേരിടുന്നത്. ഫ്രാൻസിനെ അവർക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഇനി ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രവചിക്കാൻ പറ്റാത്തതാണെങ്കിലും ഇതിൻ്റെ അകത്ത് വലിയ അത്ഭുതമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഫ്രാൻസ് കൂളായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഉള്ളത് USA ബെൽജിയമാണ്. ബെൽജിയം സെനഗലിനെ എന്താ പറയണ നമ്മുടെ റെഫറിയുടെയും കൂടി സപ്പോർട്ട് കൂടി ജയിച്ചു വന്നതാണ്. USA ബോസ്നിയ ശരിക്കും USA വിറപ്പിച്ചിട്ടുണ്ട്. 2-0 ജയിച്ചാണെങ്കിലും USA ഗ്രൂപ്പ് ലെവലിൽ ഇക്വഡോറായിട്ട് തോക്കും കൂടി ചെയ്തതാണ്. ബെൽജിയത്തിന് അത് കാരണം
ബെൽജിയത്തിന് അത്ര നിസ്സാരമായിട്ട് കാണാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കനേക്കാളും കുറേയും കൂടി അപ്പർ എഡ്ജിൽ നിൽക്കുന്നതാണ് ബെൽജിയം. യൂറോപ്യനിലെ ഒരു വൻശക്തരായിരുന്നു. ഇപ്പോൾ അത്ര നല്ല ടീമൊന്നുമല്ല. സെക്കൻഡുകളായിട്ട് എങ്ങനെ ജയിച്ചതെന്ന് നിങ്ങളെല്ലാവരും കണ്ടതാണ്. രണ്ടാമത്തത് USA കളി നടക്കുന്നത്. അപ്പോൾ ബെൽജിയത്തിന് USA തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാനെപ്പോഴും എത്ര നല്ല ടീമാണ് ബെൽജിയമെങ്കിൽ കഴിഞ്ഞ കളിയിൽ സെനഗലിനെ തോൽപ്പിച്ച രീതി എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് വേറെ കാര്യം. എന്നാലും നിലവിലെ ഫോമിൽ USA തോൽപ്പിക്കുക ബെൽജിയത്തിന് അത്ര ഈസി ആയിരിക്കില്ല. മിക്കവാറും ബെൽജിയം തന്നെ ജയിക്കും. ബാക്കി നാളെ പറയാം. നന്ദി, നല്ല നമസ്കാരം. 40 രൂപ. ചില്ലറ കൂൾ ചെയ്താണ്. ആ